നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജനുവരി മാസം 14-ാം തീയതി 1200-ാം ആണ്ട് മകരമാസം 1-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നും ആഴ്ച ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം ഉദയ നക്ഷത്രം വന്നിരിക്കുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽപ്പെടുന്ന ഒന്നാണ്. പുണർദം നക്ഷത്രം പുണർദം ശുഭനക്ഷത്രമാണ്. അപ്പോൾ ശുഭനക്ഷത്രത്തിൽപ്പെടുന്ന ദിവസമാണ് ഇന്ന്. പക്ഷേ ഇന്നത്തെ ആഴ്ച അത്ര കണ്ട് നല്ലതല്ല. ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇന്ന് മകരവിളക്കാണ്. മകരം 1-ാം തീയതി വളരെ ശരിക്ക് മകര വിളക്ക് സമയം എന്ന് പറയുമ്പോൾ ധാരാളം പേര് ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. ശരിക്ക് മകരവിളക്കെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വിളക്ക് തെളിയുന്ന ദിവസമാണ്. യഥാർത്ഥ വിളക്ക് ആരൊക്കെ കാണും എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്നാലും ഇന്നത്തെ ദിവസത്തിന് പ്രപഞ്ചത്തിന് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. ഇന്ന് ചൊവ്വാഴ്ച ആണെങ്കിൽ പോലും ഇന്ന് വളരെ പോസിറ്റീവ് എനർജി ഉള്ള ദിവസമായതുകൊണ്ട് ഇന്ന് ചൊവ്വയുടേതായ കുറേ ദോഷത്തെ അതിക്രമിച്ച് പോകാൻ സാധിക്കും. ശരിക്ക് മകരസംക്രമം നടക്കുന്ന ദിവസമായതുകൊണ്ട് സൂര്യൻ മകരരാശിയിലേക്ക് പ്രവേശിക്കുന്ന ദിവസവും കൂടിയാണ്. അപ്പോൾ ഇന്ന് പൊതുവേ നക്ഷത്രപ്രകാരം നോക്കുകയാണെങ്കിൽ നല്ല നക്ഷത്രമല്ല. എങ്കിലും ഇന്നത്തെ ദിവസത്തെ ആസ്പദമാക്കി കുറേ ദോഷഭാവങ്ങൾക്ക് ഇളവ് വരുന്ന ദിവസമാണ്. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, അതായത് മകരമാസത്തിലെ ശരിക്കും പുണർദം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ശരിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം മകരമാസത്തിൽ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഈ മകരത്തിൽ തന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ബർത്ത്ഡേ വരും. 2 എണ്ണം വരും 27 ദിവസം കഴിയുമ്പോൾ. അപ്പോൾ 28-ാം ശരിക്കും മകരം 28 വീണ്ടും പുണർദ നക്ഷത്രം വരും. അപ്പോൾ നമുക്ക് ആദ്യ നക്ഷത്രം അല്ല രണ്ടാമത്തെ നക്ഷത്രത്തിന് പ്രാധാന്യം കൊടുത്താൽ മതി. അതുകൊണ്ട് ഇന്നത്തെ ചൊവ്വാഴ്ച ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്കത് എടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ നക്ഷത്രം ഉള്ളതുകൊണ്ട് നമുക്കിതിന് പ്രാധാന്യം കൊടുക്കണമെന്നില്ല. അതുപോലെ ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ പ്രാർത്ഥന നിരതരായി പോകണം. ഒന്നാമത് ഇന്ന് പ്രപഞ്ചത്തിൽ തന്നെ കുറച്ച് പോസിറ്റീവ് എനർജി കൂടുതലുള്ള ദിവസമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കൂടുതലായിട്ട് ഇന്ന് പ്രാർത്ഥിച്ചിട്ട് ഓരോ കാര്യത്തിന് പോവുകയാണെങ്കിൽ നമ്മളുടെ നെഗറ്റീവ് ഒക്കെ മാറി നമുക്ക് പോസിറ്റീവ് ഫലം ലഭിക്കുമെന്നുള്ളതിന് സംശയം വേണ്ട. ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ നമുക്ക് പ്രധാനമായിട്ട് രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാവുകാലം വരുന്നത് തന്നെ 3:26 തൊട്ട് 4:52 വരെയാണ് രാവുകാല സമയം. 3:26 തൊട്ട് തുടങ്ങുള്ളൂ. 3 മണി മുതൽ 4:30 വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 3:26 തൊട്ട് 4:52 വരെ രാവുകാല സമയമുണ്ട്. അവരുടെ കാര്യത്തിൽ നിന്ന് ധാരാളം ആളുകൾ അമ്പലത്തിൽ പോകാനും ഒക്കെ ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ രാവുകാലം ഒന്ന് നോക്കിയിട്ട് ഇറങ്ങുന്നത് നന്നായിരിക്കും. അതുപോലെ ഒരു കാര്യവും ചെയ്തുകൂടാത്ത 2 സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. ഗുളികകാല സമയം ഉച്ചയ്ക്കാണ് വരുന്നത്. 12:34 തൊട്ട് 4 മണി വരെയും 2 മണി വരെയും 12:34 തൊട്ട് 2 മണി വരെയും. യമകണ്ഠകാല സമയം 9:41 തൊട്ട് 11:08 വരെയും. ഈ 2 സമയങ്ങളും ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. അതുപോലെ തന്നെ അഭിജിത്ത് മുഹൂർത്തം ഇന്നും വരുന്നത് 12:10 തൊട്ട് 12:58 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. അഭിജിത്ത് മുഹൂർത്ത സമയം നമുക്ക് എന്ത് ശുഭകാര്യത്തിനും എടുക്കാം. അതുപോലെ ഇന്നും യാത്രയ്ക്കൊക്കെ നമ്മൾ ഓരോ വഴിക്ക് പോകുമ്പോൾ റെഡ് കളർ മിക്സ് ആയിട്ടുള്ള വസ്ത്രവും കൂടി വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. ചുവന്ന കളറ്, അത് ബ്ലൗസായിട്ടോ അല്ലെങ്കിൽ ഷർട്ടായിട്ടോ അല്ലെങ്കിൽ ഷോളായിട്ടോ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കരുതി
കൂടുന്നത് നമ്മളുടെ ദോഷം കുറയ്ക്കാനും പോസിറ്റീവ് എനർജി വർദ്ധിക്കാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും മകരവിളക്കും കൂടിയായ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ, ശരിക്ക് ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.